പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ മലയാളത്തിലെ മാധ്യമ പഠനത്തിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ആശയം എന്താണെന്ന് വ്യക്തമാക്കുക. പത്രമാധ്യമങ്ങളെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. പത്രമാധ്യമങ്ങളെ അധികാര കേന്ദ്രീകരണത്തിൻ്റെ പുത്തൻ സാഹചര്യങ്ങളിലൂടെ മുന്നേറാനായി ഭരണവർഗത്തിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. വിപണിവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ മാധ്യമ ഉടമസ്ഥർ ഭരണകൂടത്തോട് വിധേയത്വം പുലർത്തിയത് വാർത്തകളുടെ വിശ്വാസ്യതയെ കെടുത്തി. മാധ്യമങ്ങൾ ഒരു അധികാര കേന്ദ്രമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ ഉത്ഭവം രാജ്യത്തിൻ്റെ 3 എസ്റ്റേറ്റുകളുടെ പരമ്പരാഗത യൂറോപ്യൻ ആശയത്തിൽ നിന്നാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ ഉത്ഭവം രാജ്യത്തിൻ്റെ 3 എസ്റ്റേറ്റുകളുടെ പരമ്പരാഗത യൂറോപ്യൻ ആശയത്തിൽ നിന്നാണ്. പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന ഫോർത്ത് പവർ എന്ന തത്തുല്യ പദം ആംഗല ഭാഷയിൽ അപരിചിതമാണ്. എന്നാൽ ജർമ്മൻ, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, സ്വീഡിഷ് ഉൾപ്പെടെ ചില യൂറോപ്യൻ ഭാഷകളിലും അധികാരം എന്ന അർത്ഥത്തിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ ഇവയെല്ലാം സാമൂഹ്യ വീക്ഷണത്തോടെ സാമൂഹ്യ വളർച്ചയ്ക്ക് അനുകൂലമായ പരിഷ്കരണ പദ്ധതികൾ വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതാണ് അവയുടെ ലക്ഷ്യം. സാമൂഹ്യ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള പരിഷ്കരണ പദ്ധതികൾ വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പത്രമാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മം. ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കുന്ന 4 ഘടകങ്ങളിൽ ഒന്നാണ് മാധ്യമങ്ങൾ. ഭരണകൂടങ്ങളുടെ ഇടപെടൽ പത്രസ്വാതന്ത്ര്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന പെരുമാറ്റച്ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി മാത്രമേ പത്രസ്ഥാപനങ്ങൾക്ക് പലപ്പോഴും പ്രവർത്തിക്കാൻ കഴിയൂ. അതേസമയം തന്നെ ഭരണഘടനാപരമായി മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രാഥമിക പരിഗണന നൽകുന്ന രാജ്യമാണ് ഭാരതം. നമ്മുടേതുപോലുള്ള ഒരു വികസ്വര രാജ്യത്തിലെ സംവിധാനമനുസരിച്ച് ധീരമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി ഓരോ മാധ്യമ സ്ഥാപനത്തിനും കഴിയാറില്ല. ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവയാണ് മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും ഇന്ന്. സമൂഹത്തിലെ തിരുത്തൽ ശക്തിയായി മാധ്യമ മേഖല മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ്. അത്തരക്കാർ ഭരണകൂടവുമായി ഏറ്റുമുട്ടുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ആലോചിക്കാറില്ല. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിനായി സജീവമായ ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് മാധ്യമം. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിനായി സജീവമായ ഇടപെടൽ നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് മാധ്യമങ്ങൾ. മനുഷ്യാവകാശ ധ്വംസനത്തിനും ഭരണകൂട ഭീകരതയ്ക്കും എതിരായി പലപ്പോഴും മാധ്യമങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ നടമാടുന്ന അനീതിക്കെതിരെ പോരാടുന്ന സംഭവങ്ങൾ വെറും ചരിത്രം മാത്രമാണ്. പലപ്പോഴും മാധ്യമങ്ങൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവയായി മാറിയിട്ടുണ്ടോ എന്നൊരു സംശയവുമുണ്ട്. ഏതൊരു ഉൽപ്പന്നം പോലെ ഒരു വിൽപ്പന ചരക്കാണ് ഇന്ന് മാധ്യമവും വാർത്തകളും. 2ാമത്തെ ചോദ്യം, രേഖാമൂലമുള്ള ആശയവിനിമയത്തിന് 5 ഉദാഹരണങ്ങൾ എഴുതുക. രേഖാമൂലമുള്ള ആശയവിനിമയത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിനും ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും കത്തുകൾ, ഇമെയിലുകൾ, റിപ്പോർട്ടുകൾ, മെമ്മോകൾ തുടങ്ങി രേഖാമൂലമുള്ള ലിഖിത ചിഹ്നങ്ങളുടെ ഉപയോഗം ഉൾപ്പെടുത്തുന്നു. കത്തുകളും മെമ്മോകളും ഇമെയിലുകൾ, റിപ്പോർട്ടുകളും രേഖകളും, ടെക്സ്റ്റ് മെസ്സേജുകൾ, ചാർട്ടുകളും ഗ്രാഫുകളും, ഇൻഫോഗ്രാഫിക്സ്, അവതരണങ്ങൾ, വീഡിയോകളും ആനിമേഷനുകളും ഇവയെല്ലാം രേഖാമൂലമുള്ള ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. രേഖാമൂലമുള്ള ഇത്തരം ആശയവിനിമയത്തിൽ വ്യക്തത, ഉത്തരവാദിത്വം, തുടർച്ച എന്നിവ ഉറപ്പാക്കുന്നു. ഇതിൽ ആശയവ്യക്തത, അതുപോലെ ഉത്തരവാദിത്വം, തുടർച്ച എന്നിവ ഉറപ്പാക്കുന്നു. ഫലപ്രദമായ ടീം വർക്കിനും
പ്രോജക്റ്റ് മാനേജ്മെന്റിനും ഇത്തരം ആശയവിനിമയം അനിവാര്യമാണ്. മൂന്നാമത്തെ ചോദ്യം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്താണ്? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിവരങ്ങളും ആശയങ്ങളും അറിയാൻ ചിത്രങ്ങൾ, ഗ്രാഫിക്സ്, ചാർട്ടുകൾ, മറ്റ് ദൃശ്യഘടകങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. വിവരങ്ങളും ആശയങ്ങളും അറിയാനായിട്ട് ചിത്രങ്ങൾ, ഗ്രാഫിക്, ചാർട്ട്സ്, അതുപോലെ ദൃശ്യഘടകങ്ങൾ എന്നിവയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. സങ്കീർണമായ ആശയങ്ങൾ ലളിതമാക്കേണ്ടി വരുമ്പോഴും ഭാഷാ തടസ്സങ്ങൾ നിൽക്കുന്ന സന്ദർഭങ്ങളിലും ആശയവിനിമയത്തിനുള്ള ഫലപ്രദമായ മാർഗമാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. സങ്കീർണമായ ആശയങ്ങൾ ലളിതമാക്കേണ്ടി വരുമ്പോഴും ഭാഷാ തടസ്സങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭങ്ങളിലും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ആശയ വ്യക്തതയുള്ള പോസ്റ്ററുകൾ, ആകർഷകമായ വീഡിയോകൾ, മനോഹരമായ ഇൻഫോഗ്രാഫിക്സ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഉൽപ്പന്നത്തിനായുള്ള പരസ്യപ്രചാരണം എടുക്കുക. ശ്രദ്ധേയമായ ദൃശ്യങ്ങളിലൂടെ പ്രസ്തുത ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതകൾ, നേട്ടങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ആശയവിനിമയം നടത്തുകയും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അതുവഴി വിൽപ്പന വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഗ്രാഫിക്സ്, ചാർട്ടുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ആശയവിനിമയമാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഡിജിറ്റൽ ആശയവിനിമയ രീതിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഡിജിറ്റൽ ആശയവിനിമയത്തിൽ വരുന്നവയാണ് സോഷ്യൽ മീഡിയ, തൽക്ഷണ സന്ദേശമയക്കൽ, വീഡിയോ കോൺഫറൻസിങ്, ബ്ലോഗുകളും ഓൺലൈൻ ഫോറങ്ങളും. സോഷ്യൽ മീഡിയ അടുത്തിടെയുള്ള ഒരു അവധിക്കാലത്തെ ഫോട്ടോകളും അപ്ഡേറ്റുകളും പങ്കിടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. തൽക്ഷണ സന്ദേശമയക്കൽ വാരാന്ത്യ പ്ലാനുകളെക്കുറിച്ചും സിനിമ ശുപാർശകളെക്കുറിച്ചും സുഹൃത്തുക്കൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു. വീഡിയോ കോൺഫറൻസിംഗ് പ്രൊജക്റ്റ് അപ്ഡേറ്റുകൾ ചർച്ച ചെയ്യുന്നതിനായി സൂം വഴി ഒരു വെർച്വൽ ടീം മീറ്റിംഗിൽ സഹപ്രവർത്തകർ പങ്കെടുക്കുന്നു. ബ്ലോഗുകളും ഓൺലൈൻ ഫോറങ്ങളും ജോലിസ്ഥലത്ത് ഫലപ്രദമായ സമയ മാനേജ്മെന്റിനുള്ള നുറുങ്ങുകൾ ചർച്ച ചെയ്യുന്ന ഒരു ബ്ലോഗ് പോസ്റ്റ്. ആശയവിനിമയ മാധ്യമങ്ങൾ നിരവധിയുണ്ട്. സാങ്കേതിക വിദ്യയുടെ പുരോഗതി അനുദിനം കുതിച്ചുയർന്നതോടെ വിനിമയ മാധ്യമങ്ങളുടെ എണ്ണമിന്ന് വർദ്ധിച്ചിരിക്കുന്നു. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വൻ വികസനങ്ങൾക്ക് വഴി തുറന്നു. ആധുനിക വിനിമയത്തിൻ്റെ നൂതന മാർഗങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കാൻ തുടങ്ങി. ഡിജിറ്റലൈസേഷൻ വികസിത രാജ്യങ്ങളെ മാത്രമല്ല, അവികസിത രാജ്യങ്ങളിലെ ജനതയെയും ബൗദ്ധികമായും സാംസ്കാരികമായും പുരോഗതിയിലേക്ക് നയിച്ചു. അഞ്ചാമത്തെ ചോദ്യം, ഹോട്ട് ആൻഡ് കൂൾ മീഡിയ എന്ന ആശയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹോട്ട് ആൻഡ് കൂൾ മീഡിയ എന്ന ആശയം അവതരിപ്പിച്ചത് കാനഡക്കാരനായിട്ടുള്ള മാർഷൽ മക്ലൂഹൻ ആണ്. 1964 അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയായ അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ എന്ന സിദ്ധാന്തത്തിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഹോട്ട് മീഡിയ എന്നത് ഒരു ഇന്ദ്രിയത്തെ കൂടുതൽ ശക്തമായി ഉപയോഗിക്കുന്നതും കൂടുതൽ വിവരങ്ങൾ നൽകുന്നതുമായ മാധ്യമങ്ങളാണ്. ഒരു ഇന്ദ്രിയത്തെ കൂടുതൽ ശക്തമായി ഉപയോഗിക്കുന്നതും കൂടുതൽ വിവരങ്ങൾ നൽകുന്നതുമായ മാധ്യമങ്ങളാണ് ഹോട്ട് മീഡിയ. ഇവയിൽ പ്രേക്ഷകർക്ക് പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും. ഇതിൻ്റെ സ്വഭാവങ്ങൾ ഉയർന്ന വിശദീകരണം, ഹൈ ഡെഫിനിഷൻ, കൂടുതൽ വിവരസമ്പത്ത്, പ്രേക്ഷകൻ്റെ ഇടപെടൽ കുറവ്. ഇത് ഉദാഹരണമാണ് റേഡിയോ, സിനിമ, ഫോട്ടോഗ്രാഫ്, പത്രം, പുസ്തകം എന്നിവയെല്ലാം. ഇവയിൽ സന്ദേശം വ്യക്തവും പൂർണ്ണവുമാണ്. അതിനാൽ പ്രേക്ഷകർക്ക് അധികം ചിന്തിക്കേണ്ടതില്ല. കൂൾ മീഡിയ പ്രേക്ഷകന് കൂടുതൽ സജീവമായ പങ്കാളിയാണ്. കൂൾ മീഡിയയിൽ കുറഞ്ഞ വിശദീകരണമാണ്. പ്രേക്ഷകൻ്റെ സജീവ പങ്കാളിത്തം ആവശ്യമാണ്. വിവരങ്ങൾ പൂർത്തിയാക്കേണ്ടത് പ്രേക്ഷകനാണ്. ഉദാഹരണമായിട്ട് ടെലിവിഷൻ, ടെലിഫോൺ, കോമിക്സ്, കാർട്ടൂൺ. ഇവയിൽ ചില വിവരങ്ങൾ പ്രേക്ഷകൻ്റെ മനസ്സിൽ പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരമുള്ളതാണ് ഹോട്ട് മീഡിയ, കുറവ് വിവരമുള്ളതാണ് കൂൾ മീഡിയ. ഇത്
മാസ് കമ്മ്യൂണിക്കേഷൻ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഹോട്ട് ആൻഡ് കൂൾ മീഡിയ എന്നത്. ആറാമത്തെ ചോദ്യം, പത്രപ്രവർത്തനത്തിൻ്റെ 5 ഘട്ടങ്ങൾ വിശദീകരിക്കുക. പത്രപ്രവർത്തനത്തിന് സാധാരണയായി പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളാണ് ഉള്ളത്. 1. വാർത്താ ശേഖരണം, ന്യൂസ് ഗാദറിംഗ്. സംഭവങ്ങൾ, വിവരങ്ങൾ, അഭിമുഖങ്ങൾ എന്നിവ ശേഖരിക്കുന്നു. റിപ്പോർട്ടർമാർ സ്ഥലത്തെത്തി സത്യാവസ്ഥ പരിശോധിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. രണ്ടാമത്തേത് വാർത്ത തിരഞ്ഞെടുക്കൽ, ന്യൂസ് സെലക്ഷൻ. ശേഖരിച്ച വാർത്തകളിൽ നിന്ന് പ്രധാനവും പ്രസക്തവുമായവ തിരഞ്ഞെടുക്കുന്നു. എഡിറ്റർ വാർത്തയുടെ പ്രാധാന്യം നിർണ്ണയിക്കുന്നു. മൂന്നാമത്തേത് വാർത്ത എഴുതലാണ്, ന്യൂസ് റൈറ്റിംഗ്. വാർത്ത ലളിതവും വ്യക്തവുമായ രീതിയിൽ എഴുതുന്നു. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ എന്നിങ്ങനെയുള്ള 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉൾപ്പെടുത്തണം. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ എന്നിങ്ങനെയുള്ള 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വാർത്തയിൽ ഉണ്ടായിരിക്കണം. നാലാമത്തേത് എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് ആണ്. വാർത്ത തിരുത്തുകയും അക്ഷരത്തെറ്റുകൾ ശരിയാക്കുകയും ചെയ്യുന്നു. ശൈലിയും ക്രമവും പരിശോധിക്കുന്നു. നാലാമത്തേത് എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്. അഞ്ചാമത്തേത് പ്രസിദ്ധീകരണം ആണ്. അതായത് വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ TV, ഓൺലൈൻ എന്നിവയിലൂടെ പ്രചരിപ്പിക്കുക. അടുത്ത ചോദ്യം, അച്ചടി മാധ്യമ രംഗത്ത് ഹെർമൻ ഗുണ്ടർട്ട് നൽകിയ സംഭാവനകൾ ഏതെല്ലാം? ക്രിസ്ത്യൻ മിഷണറിമാരിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഹെർമൻ ഗുണ്ടർട്ട്. ജർമ്മൻകാരനായ ഗുണ്ടർട്ട് ബാസൽ മിഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വടക്കേ മലബാറിൽ താമസിച്ചിരുന്നു. ഗുണ്ടർട്ടിൻ്റെ പ്രസിദ്ധമായ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു 1872 പ്രസിദ്ധീകരിച്ചത്. ഇതുകൂടാതെ വ്യാകരണം, ചരിത്രം, വേദശാസ്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ അദ്ദേഹം കൃതികൾ എഴുതി. കുട്ടികൾക്ക് വേണ്ടി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. രാജ്യസമാചാരം, പശ്ചിമോദയം തുടങ്ങിയ മലയാളത്തിലെ ആദ്യകാല പത്രമാസികകൾ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് ഗുണ്ടർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു മാത്രമല്ല വ്യാകരണം, ചരിത്രം, വേദശാസ്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിലെ കൃതികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള നിരവധി പുസ്തകങ്ങൾ, രാജ്യസമാചാരം, പശ്ചിമോദയം തുടങ്ങിയ മലയാളത്തിലെ ആദ്യകാല പത്രമാസികകൾ ആരംഭിച്ചതും ഗുണ്ടർട്ടാണ്. 18 ഭാഷകളിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഉൾപ്പെടെ 20-ലധികത്തോളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വൈജ്ഞാനിക പ്രവർത്തനത്തിൽ തദ്ദേശീയരായ പണ്ഡിതന്മാർക്ക് വലിയ പ്രോത്സാഹനവും പ്രചോദനവും നൽകിയ വ്യക്തിയാണ് ഗുണ്ടർട്ട്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറ്റു ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. വിജയാശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.